പ്രതിസന്ധികളും വിഷമങ്ങളും വരുമ്പോൾ നമ്മളെ ഏൽപ്പിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, നമ്മളെ ഏൽപ്പിക്കേണ്ട പടച്ചവനെയാണ്. ആ റബ്ബിനെ ഏൽപ്പിക്കാതെ ലോകത്തുള്ള മുഴുവന് പടപ്പുകളോട് സങ്കടക്കഥകൾ വിവരിച്ചു നടന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനൊരു വിഷമം കൊടുക്കുമ്പോൾ, ഞാനൊരു പ്രയാസം കൊടുക്കുമ്പോൾ, ഞാനൊരു പനി കൊടുക്കുമ്പോൾ, ഞാനൊരു തലവേദന കൊടുക്കുമ്പോൾ, അവൻ എന്തെങ്കിലും ഒരു വിഷമം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവന് പടപ്പുകളോട് മുഴുവനും എൻ്റെ ഈ സങ്കടങ്ങൾ വിവരിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ നാഴികയ്ക്ക് 40 വട്ടം തിന്മകൾ ചെയ്തിട്ട്, എന്നോട് ധിക്കാരം പ്രവർത്തിച്ചിട്ട്, എന്നോട് തിന്മകൾ പ്രവർത്തിച്ചിട്ട്, ധാരാളം കുറ്റങ്ങളും കുറവുകളും അഴിമതികളും ഒരുപാട് മോഷണങ്ങളും ഒരുപാട് മോശമായ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിട്ട് ഇന്ന് വരെ ഞാൻ അവനെപ്പറ്റി എൻ്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു അങ്ങനെയാണ്. അള്ളാഹു നമ്മൾ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, ആരും അറിയാതെ നമ്മൾ ചെയ്യുന്ന തിന്മകൾ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലായിക്കത്തിനോട് പോലും അള്ളാഹു വിവരിച്ചിട്ടില്ല. പക്ഷെ നമ്മളോ, ഒരു ചെറിയ വയറുവേദന വന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആ വിവരം അറിയുന്നു. ഒരു ചെറിയ തലവേദന വന്നാൽ ലോകത്തുള്ള എല്ലാവരോടും നമ്മൾ വിളിച്ചു പറയുന്നു, അല്ല എനിക്കെന്തിനാ പരീക്ഷണം, അള്ളാഹു എനിക്കെന്തിനാ സങ്കടം. ഇത് നമ്മൾ ലോകത്തിന്റെ മുന്നിൽ വിവരിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ചെയ്ത ഒരു കോപ്രായങ്ങളും മുഖറബീങ്ങളായ ജിബ്രീൽ അടക്കമുള്ള മലായിക്കത്തുകളോട് പോലും പറയാതെ അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നു. അതാണ് പടച്ചവൻ. ആ പടച്ചവൻ, നമ്മൾ അവനിലേക്കല്ലേ കരങ്ങൾ ഉയർത്തേണ്ടത്. ഞാൻ ഇത് പറയുമ്പോൾ അടിവരയിട്ടുകൊണ്ട് പറയാണ്, ഏതെങ്കിലും വലിയ മഹാന്മാരോട്, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ വലിയ മഹാന്മാരെന്ന് തോന്നുന്ന ഉസ്താദുമാരോടൊക്കെ നമ്മൾ വിളിച്ചു പറയാറുണ്ട്, ഉസ്താദെ ദുഃഖണം, ഉസ്താദെ സങ്കടത്തിലാണ്, ദുആരക്കണം. അതൊരിക്കലും ഇതിനെതിരല്ല, അത് നല്ലതാണ്. ആരെ കണ്ടാലും ദുആരക്കാൻ പറയണം. അത് ഒരിക്കലും അത് മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല, ദീനിലുമില്ല. കാരണം ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, തന്റെ രോഗസമയത്ത് ദുആരക്കാൻ പറഞ്ഞു വിടുന്നത് ആരോടെന്നറിയോ? ആരോടാ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ എന്ന ഒരു പെണ്ണിനോടാ ദുആരക്കാൻ വേണ്ടി ഷാഫി ഇമാം ആളെ അയക്കുന്നത്. ശിഷ്യനെ വിളിച്ചിട്ട് പറയും, ചെല്ല്, എന്നിട്ട് നഫീസത്തുൽ മിസ്രിയോട് പറ എനിക്ക് ദുആരക്കാൻ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഠിനമായ രോഗത്തിനിരയായി കിടക്കുമ്പോ തന്റെ ശിഷ്യന്മാരിൽ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ചെല്ലുമോനെ, ചെന്നിട്ട് നഫീസയോട് പറ എനിക്ക് ദുആരക്കാൻ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ സാധാരണഗതിയിൽ വന്ന് ദുആരക്കാൻ പറഞ്ഞ് അദ്ദേഹം തിരിച്ച് ഇമാമിന്റെ അടുക്കൽ എത്തുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ രോഗം മാറുമായിരുന്നു. പക്ഷേ ഷാഫി ഇമാം ഇപ്പോൾ പറഞ്ഞു വിട്ട കഠിനമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ എനിക്ക് ദുആരക്കണമെന്ന് പറമോനെ എന്ന് പറഞ്ഞിട്ട് ശിഷ്യനെ നഫീസ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വിടുമ്പോൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആ സമയത്ത് പറഞ്ഞ മറുപടി, അള്ളാഹുവിനെ കാണാൻ സമയമായല്ലോ, ഷാഫി ഇമാമിന് പടച്ചവനെ കണ്ടുമുട്ടാൻ സമയമായല്ലോ, ആ വിവരം ഒന്ന് അറിയിക്കുമോനെ എന്ന് പറഞ്ഞു കൊടുത്തു. തിരികെ വന്നിട്ട് ഷാഫി ഇമാമിനോട് ആ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദെ നഫീസത്തുൽ മിസ്രിയ പറഞ്ഞത് ഇങ്ങനെയാണ്. ഷാഫി ഇമാമിന് ബോധ്യമായി, ഇനി ഞാൻ ഈ രോഗത്തിൽ നിന്ന് കരകയറിയിട്ട് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, എൻ്റെ മരണമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് ബോധ്യം വന്നു.